അടുത്ത റെസിഡ്യൂ തിയറം. ഈ റെസിഡ്യൂ തിയറംസിൽ കിട്ടുന്ന റിസൾട്ട് വഴി നമുക്ക് കോണ്ടൂർ ഇന്റഗ്രേഷനിലേക്ക് പോകാം. അപ്പം അതിന് റെസിഡ്യൂസ് എന്താണെന്ന് അധികമായി നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. എന്താണ് റെസിഡ്യൂ തിയറം എന്താണ് പറയുന്നതെന്ന് ചോദിച്ചാൽ വീണ്ടും കോണ്ടൂർ ഇന്റഗ്രേഷനിലേക്ക് പോകാം. സി ഈസ് എ ക്ലോസ്ഡ് കോണ്ടൂർ വിത്തിൻ ആൻഡ് ഓൺ വിച്ച് എ ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡ് ഈസ് അനലിറ്റിക് except for a finite number of singular points z1, z2, etc. zn interior to C. നമ്മൾ നേരത്തെ കണ്ട പോലെയല്ല. നേരത്തെ നമ്മൾ കാണുമ്പോൾ ഒരു അനലിറ്റിക് ഫംഗ്ഷൻ ഒരു കോണ്ടൂർ സി ഉണ്ട്. അതിനകത്ത് ഒരു പോയിന്റാണ് പലപ്പോഴും ഫംഗ്ഷൻ അനലിറ്റിക് അല്ലാതെ നിൽക്കുന്നത്. ഒന്നിൽ കൂടുതൽ പോയിന്റ്സ് കണ്ടിട്ടില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറഞ്ഞ ഇന്റഗ്രൽ ഓവർ സി ഇ റേസ് ടു ഇസഡ് ബൈ ഇസഡ് ഡി ഇസഡ് എന്നൊക്കെ പറഞ്ഞപ്പോൾ കോഷീസ് ഇന്റഗ്രൽ ഫോമിൽ ഉപയോഗിച്ചെടുത്ത് നമ്മൾ നോക്കുമ്പോൾ where c is modulus z is equal to 1 എന്ന് പറയുന്ന സർക്കിൾ ആണെങ്കിൽ ഇവിടെ നോക്കിയേ ഇ റേസ് ടു ഇസഡ് ബൈ ഇസഡ് അനലിറ്റിക് അല്ലാത്തത് z ഈക്വൽ ടു 0 എന്ന് പറയുന്നതിനകത്ത് ഒരു പോയിന്റ് മാത്രമാണ്. അപ്പോൾ നമ്മൾ അതിനെ ചെയ്യാൻ വേണ്ടി കോഷീസ് ഇന്റഗ്രൽ ഫോമിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടല്ലോ, ഇന്റഗ്രൽ ഓവർ സി ഇ റേസ് ടു ഇസഡ് ബൈ ഇസഡ് എന്ന് പറയുമ്പോൾ ഈ ഇ റേസ് ടു ഇസഡിനെ എഫ് ഓഫ് ഇസഡ് എന്നൊക്കെ വിളിച്ചിട്ട് then it is 2 pi I into f of 0. Okay, what is f of z? That is e raised to z. ഇങ്ങനെ നമ്മൾ നോക്കിയിട്ടുള്ളതാണ്. We are given f of z is analytic except for a finite number of singular points z1, z2, etc. zn interior to C. അതിന്റെ ഫിഗർ നോക്കുക. C നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണം. ഈ കോണ്ടൂറിലാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. പക്ഷെ അതിനകത്ത് z1, z2, z3, etc. zn ഇങ്ങനെ ഒരുപാട് പോയിന്റ്സിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് അതിനകത്ത് ഇത് അനലിറ്റിക് അല്ല. അങ്ങനെ ഒരു ഫംഗ്ഷൻ കിട്ടുന്നിരിക്കട്ടെ. ഫോർ എക്സാമ്പിൾ നമ്മൾ രണ്ടെണ്ണം ഇന്റഗ്രൽ ഓവർ സി ഇ റേസ് ടു ഇസഡ് ബൈ ഇസഡ് ഇൻറ്റു ഇസഡ് മൈനസ് 2 ആയാലോ. സർക്കിൾ പറയുമ്പം സി ഇസ് മോഡുലസ് ഇസഡ് ഈക്വൽ ടു 3 ആയിക്കോട്ടെ. തീർച്ചയായിട്ടും ഇസഡ് ഈക്വൽ ടു 0, ഇസഡ് ഇസ് ഈക്വൽ 2 എന്ന് പറയുന്ന ഈ രണ്ട് പോയിന്റ്സും ഈ സർക്കിളിനകത്തുള്ളതാണ്. ആ പോയിന്റ്സിൽ ഈ ഫംഗ്ഷൻ അനലിറ്റിക് അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് പെട്ടെന്ന് കോഷീസ് ഇന്റഗ്രൽ ഫോമിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ വേണമെങ്കിൽ നമുക്ക് ഈ 1/z ഇൻറ്റു z മൈനസ് 2നെ പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ച് അപ്ലൈ ചെയ്ത് രണ്ടാക്കിയൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യം നമുക്ക് ഈ റെസിഡ്യൂ തിയറം പഠിക്കുമ്പോൾ ഇല്ല എന്നുള്ളതുകൊണ്ട് ഇത് കുറച്ചുകൂടെ സിമ്പിൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെ വന്നാൽ z1, z2, etc. zn interior to C, then integral over C f of z dz is where f of z is analytic except for finite number of singular points z1, z2, etc. zn interior to C. Integral over C f of z dz is 2 pi I into sum of the residues of f of z inside C. That is 2 pi I into residue of f of z at z1 plus residue of f of z at z2 plus residue of f of z at z3 plus etc. Okay, where the integral around C is in the counterclockwise direction. Proof ഇവിടെ പറയുന്നില്ല. നമ്മളിപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു കോണ്ടൂർ ഇന്റഗ്രേഷന് വേണ്ടിയുള്ള ഒരു പ്രൊസീജിയർ ആയിട്ട് ആലോചിക്കുക. ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് ഈസ് then we can split these integrals as the integrals of each of the points z1, z2, etc. zn where the function f of z is not analytic at these points. Then in the integral over c f of z dz is integral over c1 f of z dz plus integral over c2 f of z dz plus etc. plus integral over cn f of z dz. അപ്പം പിന്നെ നമ്മൾ ആലോചിക്കേണ്ടത് ഈ വെളിയിലുള്ള സിക്ക് പിന്നീട് ഈ ഫോർമുലയിലേക്ക് നോക്കുമ്പോൾ റോളില്ല. പിന്നെ അകത്തുള്ള ഓരോ സിംഗുലർ പോയിന്റ്സിനെയും നമ്മൾ ഒറ്റപ്പെടുത്തും, ഐസൊലേറ്റ് ചെയ്തിട്ട് അതിന്റെ വരും. അപ്പം ഇന്റഗ്രൽ ഓവർ c1 f of z dz ചെയ്യാൻ പഴയതുപോലെ കോഷീസ് ഫോർമുല അനുസരിച്ച് എളുപ്പമാണ്. കാരണം ആ c1 എന്ന് പറയുന്ന ഈ കർവിനകത്ത് ഒരൊറ്റ പോയിന്റ് സിംഗിൾ പോയിന്റ് ഉള്ളൂ. അങ്ങനെയാണ് ഐസൊലേറ്റ് സിംഗുലാരിറ്റിയിൽ ഇത് ചെയ്യാൻ പറ്റും, ഐസൊലേറ്റ് ചെയ്യാൻ പറ്റുന്ന. അപ്പൊ എത്രയും ചെറിയൊരു കോണ്ടൂർ എടുത്താൽ മതി നമ്മൾ. അപ്പൊ ഇന്റഗ്രൽ ഓവർ c1 പിന്നീട് നമുക്ക് ചെയ്യുമ്പോൾ ഉള്ള എളുപ്പം എന്താണെന്ന് ചോദിച്ചാൽ എഫ് ഓഫ് ഇസഡിൽ വന്നിരിക്കുന്നത് അതിനനുസരിച്ച് എഫ് ഓഫ് ഇസഡ് ബൈ ആഡ് ഒരു ഇസഡ് മൈനസ് ഇസഡ് വണ്ണേ അവിടെ നമുക്ക് ചെയ്യേണ്ടതേ ഉള്ളൂ. ബാക്കിയുള്ള ഇപ്പം ഇസഡ് മൈനസ് ഇസഡ് 2 ഒക്കെ ഉണ്ടാവും, അതെല്ലാം അനലിറ്റിക്. അപ്പോൾ എഫ് ഓഫ് ഇസഡിന്റെ കൂടെ കയറും. ഇസഡ് മൈനസ് ഇസഡ് 2, ഇസഡ് മൈനസ് ഇസഡ് 3 ഒക്കെ ഡിനോമിനേറ്റർ കാണും. അതെല്ലാം എഫ് ഓഫ് ഇസഡിൽ അനലിറ്റിക് ആയിട്ട് മാറും. കാരണം z1 മാത്രമേ ഈ c1നകത്ത് കിടപ്പുള്ളൂ.
അപ്പോൾ Z മൈനസ് Z2 Z മൈനസ് Z3 ഒക്കെ ഡിനോമിനേറ്ററിൽ ഉണ്ടെങ്കിലും അവിടെയൊക്കെ ഈ C1 അകത്ത് വരുമ്പോൾ ആ ഫംഗ്ഷൻ അനലിറ്റിക് ആവും. അതുകൊണ്ട് അതെല്ലാം മുകളിൽ പോകും. Z മൈനസ് Z1 മാത്രമേ നിൽക്കത്തുള്ളൂ. അപ്പോൾ കോഷീസ് ഇന്റർവൽ ഫോർമുല നമ്മൾ ഒറ്റ സിംഗുലാരിറ്റി വരുമ്പോൾ ചെയ്തിരിക്കുന്നത് പോലെ തന്നെ നമുക്കത് ചെയ്യാൻ കഴിയും എന്നുള്ളതുകൊണ്ട് എളുപ്പമാണ്. അതുപോലെ ഇന്റർവൽ ഓവർ C2 f of Z dz പ്ലസ് എക്സെട്ര പ്ലസ് ഇന്റർവൽ ഓവർ Cn f of Z dz. അപ്പോൾ പിന്നെയുള്ള ജോലി ഈ പറഞ്ഞ പോലെ ഇന്റർവൽ ഓവർ C1 f of Z dz കണ്ടുപിടിക്കുന്നതേ ഉള്ളൂ. ആക്ച്വലി അത് നമ്മളിലും പോകുന്ന കോഷീസ് ഇന്റർവൽ ഫോർമുല ഉപയോഗിച്ചല്ല. ഇന്റർവൽ ഓവർ C1 f of Z dz എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ പറയും ദാറ്റ് ഈസ് 2πi ഇൻറ്റു റെസിഡ്യൂ ഓഫ് f of Z at Z1. ഇത്രയേ ഉള്ളൂ. 2πi ഇൻറ്റു റെസിഡ്യൂ ഓഫ് f of Z at Z1. അപ്പോൾ അവിടെ റെസിഡ്യൂ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് റെസിഡ്യൂ? റെസിഡ്യൂവിന്റെ ഒരു ഡെഫിനിഷൻ നമ്മൾ ആലോചിച്ചാൽ ലോറൻസ് സീരീസ് നമുക്ക് കിട്ടിയിട്ടുള്ളതാണ്. ഈ f of Z-ന് Z മൈനസ് Z1 പറഞ്ഞല്ലോ. അപ്പോൾ അബൌട്ട് Z1 ദാറ്റ് ഈസ് Z മൈനസ് Z1 ഒരു പവർ സീരീസ് റെപ്രസെന്റേഷൻ കാണും. ദാറ്റ് ഈസ് ലോറൻസ് സീരീസ്. ആ ലോറൻസ് സീരീസിൽ Z മൈനസ് Z1 റൈസ് ടു -1ന്റെ കോഎഫിഷ്യന്റിനെയാണ് നമ്മൾ റെസിഡ്യൂ എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് B1 എന്ന് പറയും. ഫസ്റ്റ് അതിനകത്തെ ആ പ്രിൻസിപ്പൽ പാർട്ടിലെ ഫസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് റെസിഡ്യൂ. അപ്പോൾ അതുവഴി നമുക്ക് ലോറൻസ് സീരീസ് വഴി കണ്ടുപിടിക്കാം. പക്ഷെ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എപ്പോഴും നമുക്ക് ഇപ്പോൾ ഇതിപ്പോൾ ഇവിടെ എണ്ണം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എത്രത്തോളം ഈ C1 C2 കോണ്ടൂർ ഉണ്ടോ അത്രത്തോളം നമുക്ക് അവിടെ നിന്ന് ലോറൻസ് സീരീസ് കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. അപ്പോൾ അതിനും സിമ്പിൾ വേ ഉണ്ട് റെസിഡ്യൂ കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ ഓർത്തിരിക്കേണ്ടത് ഇന്റർവൽ ഓവർ C1 f of Z dz is here 2πi into residue of f of Z at Z1. Then what is interval over C2 f of Z dz? That is 2πi into residue of f of Z at Z2. അതായത് Z മൈനസ് Z2ന് വിത്ത് റെസ്പെക്ട് ആയിട്ട് അവിടെ ഒരു ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ ഉണ്ടാകണമല്ലോ. കാരണം Z2 അല്ല അടുത്ത C2 കൊണ്ടുവരും പരിശോധിക്കുമ്പോൾ അതിനകത്ത് ഫംഗ്ഷൻ അനലിറ്റിക് അല്ലാതെ അറ്റ് Z is equal to Z2 അപ്പോൾ അവിടെ ഒരു ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ കാണും. ആ ലോറൻസ് സീരീസ് എക്സ്പാൻഷനിൽ Z മൈനസ് Z2 റൈസ് ടു -1 കാണും. അതിന്റെ കോഎഫിഷ്യന്റിനെയാണ് നമ്മൾ അവിടുത്തെ Z is equal to Z2ലെ f of Z റെസിഡ്യൂ എന്ന് പറയുന്നത്. ഇങ്ങനെ ഓരോന്നിന്റെയും കണ്ടുപിടിക്കുക. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഫസ്റ്റിൽ ഇന്റർവൽ ഓവർ C1 f of Z-ന് 2πi into റെസിഡ്യൂ ഓഫ് f of Z at Z1 കൊടുക്കാം. രണ്ടാമത്തെ 2πi into റെസിഡ്യൂ ഓഫ് f of Z at Z2 കൊടുക്കാം. എക്സെട്ര അവസാനത്തെ 2πi into റെസിഡ്യൂ ഓഫ് f of Z at Zn കൊടുക്കാം. അപ്പോൾ 2πi കോമൺ എടുത്തിട്ട് റെസിഡ്യൂസ് ഓഫ് ഇതിന്റെ കറസ്പോണ്ടിങ് റെസിഡ്യൂസ് സം ചെയ്താൽ മതി. ദാറ്റ് ഈസ് ദ തിയറം. ഇന്റർവൽ ഓവർ C മുകളിലത്തെ കോണ്ടൂറിൽ ചെയ്യുന്നതിന് പകരം അതിനകത്തെ ഏതൊക്കെ പോയിന്റിലാണ് ഫംഗ്ഷൻ അനലിറ്റിക് അല്ലാത്തതെന്ന് തിരിച്ചറിഞ്ഞാൽ ഇന്റർവൽ ഓവർ C f of Z dz കണ്ടുപിടിക്കുന്നതിന് 2πയോടൊപ്പം ഇതിന്റെ റെസിഡ്യൂസ് എല്ലാം കൂടെ സം ചെയ്തിട്ട് ഗുണിച്ചാൽ മതി. ഓക്കെ, ഇങ്ങനെ പോകുന്നു. ഇനിയും എന്തുകൊണ്ടാണ് ഇന്റർവൽ ഓവർ C1 f of Z dz എന്ന് പറഞ്ഞത് അല്ല ഓരോന്നും 2πi into റെസിഡ്യൂ അവരുടെ കറസ്പോണ്ടിങ് റെസിഡ്യൂ ഓഫ് f of Z ആണ് എന്നെങ്ങനെ പറഞ്ഞു എന്നുള്ളതിന് ഒരു ചെറിയ പ്രൂഫ് ഒന്ന് ആലോചിക്കാം. ഇവിടെ ഇപ്പോൾ ലോറൻസ് സീരീസിൽ ഡയറക്റ്റ് കൊടുത്താലും അത് കിട്ടാവുന്നതാണ്. അതായത് ലോറൻസ് സീരീസ് നമ്മുടെ കയ്യിൽ Pn is equal to 1/2πi ഇന്റർവൽ ഓവർ C f of Z by Z minus Z0 raised to -n+1 dz എന്നുണ്ടല്ലോ. അപ്പോൾ then what is B1 ഓരോന്നിന്റെയും കണ്ടുപിടിക്കാം. ഇത് അറ്റ് Z0ലെയാന്ന് മനസ്സിലാക്കിയാൽ പിന്നെ കർവ് വരുമ്പോൾ നമുക്ക് C1 Z1ലെ ആണെങ്കിൽ C1 Z minus Z1 ആദ്യത്തെ ഇങ്ങനെയുണ്ടല്ലോ. അപ്പം വാട്ട് ഈസ് B1 ആണല്ലോ റെസിഡ്യൂ ഓഫ് f of Z at Z is equal to Z1. അപ്പോൾ ഇവിടെ വരുന്നത് B1 is 1/2πi ഇന്റർവൽ ഓവർ C1 f of Z by Z minus Z1 raised to -1+1. ഓക്കെ, -1+1 0. അപ്പോൾ ഇത് raised to 0 that is 1. അപ്പോൾ ഇന്റർവൽ ഓവർ C1 f of Z dz നെ എങ്ങനെ എഴുതാൻ 2πi into B1 എന്ന് എഴുതാം. മനസ്സിലായി? അങ്ങനെ നമുക്ക് ആലോചിക്കാം. അപ്പം ഇന്റർവൽ ഓവർ C1 f of Z dz is 2πi into B1 means 2πi into residue of f of Z at Z is equal to Z1. അടുത്ത Z is equal to Z2 എടുക്കുമ്പോൾ ഇതുപോലെ C2 വരും. ഇന്റർവൽ ഓവർ C2 f of Z by Z minus Z2 raised to B1 എന്ന് പറയുമ്പോൾ -1+1. അപ്പോൾ അത് ഡിനോമിനേറ്റർ 1 ആയി. ഇന്റർവൽ ഓവർ C2 f of Z dz is 2πi into B1 മൈനസ് n 1 കൊടുക്കുക. അപ്പോൾ ഇന്റർവൽ ഓവർ C2 f of Z dz is 2πi into റെസിഡ്യൂ ഓഫ് f of Z at Z is equal to Z2. ഈ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഇവിടുത്തെ എക്സ്പ്ലനേഷൻസ് ശ്രദ്ധിച്ചാൽ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. f of Z-ന് നമുക്ക് സീരീസ് എക്സ്പാൻഷൻ ഉണ്ട്. അബൌട്ട് Z is equal to Z1. ഫസ്റ്റിലത്തെ കേസ് പറയാം 2πi into
B1 C1 ൽ. അപ്പോൾ നമുക്ക് ലോറൻസ് സീരീസ് എക്സ്പാൻഷനിൽ പോസിറ്റീവ് പവേഴ്സ് ദെൻ നെഗറ്റീവ് പവേഴ്സ് നമ്മൾ അങ്ങനെ കളക്ട് ചെയ്യും. an ഇൻറ്റു നമ്മൾ നേരത്തെ എഴുതിയിട്ടുള്ളതാണ് z നോട്ട് z മൈനസ് z1 റൈസ് ടു n പ്ലസ് സിഗ്മ n ഇസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി bn ബൈ z മൈനസ് z1 റൈസ് ടു മൈനസ് n എന്ന് പറയാം. അപ്പോൾ ഇന്റഗ്രൽ ഓവർ C1 f of z dz ഇവിടെ ഇന്റഗ്രൽ ഓവർ അപ്പോൾ ടേം ബൈ ടേം ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇത് സിഗ്മ n is equal to 0 to infinity an integral over c1 z minus z1 raised to n plus sigma n is equal to 1 to infinity bn integral over c1 1 by z minus z1 raised to n. ഇത് മൈനസ് n വേണ്ട പ്ലസ് n മതി, അല്ലെങ്കിൽ മേളിൽ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. കാരണം എന്താ, ഇതൊരു പോളിനോമിയലാന്നേ ഉള്ളൂ. അപ്പം ഈ ഇന്റഗ്രൽ ശ്രദ്ധിക്കുമ്പോൾ ഈ കിടക്കുന്ന ഫംഗ്ഷൻ അബൌട്ട് z ഈക്വൽ ടു z1 ൽ അനലിറ്റിക് ആണ്. Therefore, by Cauchy's theorem, ഈ ഓരോ ഇന്റഗ്രലും 0 ആവും. അതുകൊണ്ട് ഇത് മുഴുവൻ 0 ആയിപ്പോയി. ഇതിന്റെ കാര്യത്തിൽ നമുക്കൊന്ന് ആലോചിക്കാം. ഫസ്റ്റിലത്തെ B1 ആണ് അതിന്റെ റെസിഡ്യൂ തരുന്നത്, അത് മനസ്സിലാക്കാം. The integral on the A series, that is AN's 0 by Cauchy's theorem. നമുക്കൊരു കാര്യം അടുത്ത് ചെയ്യാൻ വേണ്ടി നമുക്ക് എബൌട്ട് Z1 ഇതാണല്ലോ അവിടെയുള്ള ചെറിയ സർക്കിൾ ഒന്ന് മാറ്റി വരച്ചെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഈ കാണുന്ന സർക്കിൾ ഒന്ന് മാറ്റി വരച്ചു, പുറത്തേടുത്തു. അപ്പോൾ Z1 സെന്റർ ആയിക്കൊണ്ട് വരുമ്പം ഈ കർവിലാണ്, ഈ ഓൺ ദിസ് കർവ്, അതാണ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന പോയിന്റ്സ്, ആ പോയിന്റ്സിലാണ്. അപ്പം Z1-നുമായിട്ട് വന്നിട്ട് നമ്മൾ 0 ആണെങ്കിൽ 0 സെന്റർ ആയിക്കൊള്ള സർക്കിളിനെ വിളിക്കുന്നത് പോലെ ജനറൽ ഫോം ആണിത്. എന്താ വിളിക്കുന്നത്? Z is equal to e raised to I theta. That is യൂണിറ്റ് സർക്കിൾ. Z is equal to raised to I theta. That is അത് വന്നിരിക്കുന്ന 0 plus 1 into 1 is the radius. ഈ കേസ്. അപ്പം ഇവിടെ പക്ഷേ Z1 സെന്റർ റോ ഈസ് ദ റേഡിയസ്, ജനറൽ ഫോം ആണ് ആലോചിക്കുന്നത്. ദെൻ ഈ പറയുന്ന കർവിലെ ഓരോ പോയിന്റ്സും എന്താണെന്ന് ചോദിച്ചാൽ Z1 പ്ലസ് റോ ഇ റൈസ് ടു I തീറ്റയാണ്, ജനറൽ ഫോം ഓർത്തോളുക. അപ്പോൾ ഓൺ C1 Z എന്ന് പറയുന്ന ഓരോ പോയിന്റ്സും Z1 പ്ലസ് റോ ഇ റൈസ് ടു I തീറ്റയാണ്. നമുക്ക് ഇത് ഇന്റഗ്രേറ്റ് ചെയ്യണം. നിങ്ങൾ ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ആദ്യത്തെ 0 ആയിപ്പോയി. അപ്പോൾ dz is Z1 is a point. What is dz by d theta? ഇതാണ് ചോദ്യം. 0 ആയിപ്പോയി Z1. പിന്നുള്ളത് e raised to I theta with respect to തീറ്റയ്ക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ e raised to I theta into I, റോ കോൺസ്റ്റന്റ് ആണ്. dz by d theta is I rho e raised to I theta. Therefore dz is I rho e raised to I theta d theta. Then what is integral over C1 1 by z minus z1 raised to n, another integral over C1 b1 by ആദ്യത്തെ z minus z1 raised to 1. b1 integral over C1 ന്റെ ലിമിറ്റ് പറയാം 0 to 2 pi, സർക്കിൾ ആണല്ലോ. ആൻഡ് 1 by z minus z1 കൊടുക്കുമ്പോൾ z minus z1 is here, from here z minus z1 is rho e raised to I theta, it is here, and dz is I rho e raised to I theta d theta. ക്യാൻസലേഷൻ നടക്കുന്നുണ്ട്, rho e raised to I theta പോകും. y integral theta d theta യുടെ 0 to 2 pi, then theta 0 to 2 pi വരും, 2 pi into b1. Okay, that is 2 pi into residue of f of z at z is equal to z1 എന്ന് നമുക്ക് മനസ്സിലാക്കാം. All other integrals in the B series become 0. Okay, എങ്ങനെ പോകും അത് നോക്കിക്കൊള്ളുക. എന്തുകൊണ്ടാണ് ബാക്കിയുള്ള ഇന്റഗ്രൽസിന്റെ പ്രത്യേകത 0 ആയിപ്പോയത്? അതിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി. അതിവിടെ നമുക്ക് കിടപ്പുണ്ട്. Then it is 0. Integral over C1 f of z dz is actually 2 pi into residue of f of z at z is equal to z1 ഉള്ളൂ. കാരണം 2 pi into b1 എന്നേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. പക്ഷെ അതിന്റെ പ്രശ്നം റെസിഡ്യൂ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കും? റെസിഡ്യൂ കണ്ടുപിടിക്കാൻ പല മാർഗങ്ങളുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ എടുത്തു കഴിഞ്ഞാൽ കോഎഫിഷ്യന്റ് ഇപ്പോൾ z is equal to z0 റെസിഡ്യൂ എന്താണെന്ന് ചോദിച്ചാൽ ഡെഫിനിഷൻ അത് തന്നെയാണ്. അപ്പോൾ എന്താ റെസിഡ്യൂ ഓഫ് ദ കോഎഫിഷ്യന്റ്, residue is the coefficient b1 of the term 1 by z minus z0 in the Lorentz series expansion. z minus z0 raised to minus 1 coefficient ആണ്. അത് ആ രീതിയിൽ ഒന്ന് ആലോചിച്ച് നോക്കാം. f of z e raised to z by z minus 1 ആണ്. അപ്പോൾ ഇതിനകത്തെ സിംഗുലാരിറ്റി എന്താണ്? z is equal to 1 ആണ്. ഡിനോമിനേറ്റർ 0 ആക്കുന്നത്. റാഷണൽ ഫംഗ്ഷൻ പറയുമ്പോൾ എപ്പോഴും അത്രയേ ഉള്ളൂ. ഡിനോമിനേറ്റർ 0 ആക്കുന്നത്, that is z is equal to 1 ആണ്. അപ്പോൾ റെസിഡ്യൂ ഓഫ് f of z at z is equal to 1. സിംപ്ലി അത് r of 1 എന്ന് എഴുതിയാൽ മതി. Residue of f of z at z is equal to 1 is r at 1 of f of z at z is equal to 1 എന്ന് പറയും. Residue of f of z at z is equal to 1 is r of 1.
ലോറന്റ് സീരീസ് എക്സ്പാൻഷനിൽ കോഎഫിഷ്യന്റ് ഓഫ് z മൈനസ് 1 റേസ് ടു മൈനസ് 1 ആണ് r ഓഫ് 1. അപ്പോൾ ലോറന്റ് സീരീസ് എക്സ്പാൻഷൻ എടുക്കാൻ ശ്രമിക്കണം. എബൌട്ട് z ഇസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ z മൈനസ് 1ന്റെ പവറിൽ വേണം ലോറന്റ് സീരീസ് എക്സ്പാൻഷൻ കിട്ടാൻ. അപ്പോൾ ഇ റേസ് ടു z ബൈ z മൈനസ് 1നെ അങ്ങനെ കിട്ടണമെങ്കിൽ കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യണം. ഇ റേസ് ടു z മൈനസ് 1 അതിനെയും കൂടെ, അപ്പം ഇ റേസ് ടു z ആണല്ലോ എക്സ്പാൻഷൻ നമുക്ക് സീരീസിലുള്ളത് 1 പ്ലസ് z ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് z സ്ക്വയർ ബൈ. പക്ഷേ അത് z മൈനസ് 1ൽ കിട്ടണമെങ്കിൽ അവിടെ ഒരു z മൈനസ് 1 കൊണ്ടുവരണം. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തൊരു പ്ലസ് 1 കൂടെ കൊടുത്തു. ഇതിനെ ഇ റേസ് ടു z മൈനസ് 1 ഇൻറ്റു ഇ റേസ് ടു 1 എന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇ റേസ് ടു 1 മാറ്റി ഇ റേസ് ടു z മൈനസ് 1 ബൈ z മൈനസ് 1 ഒരുമിച്ച് എടുത്താൽ നമുക്ക് z മൈനസ് 1ന്റെ ടേംസിൽ പവർ സീരീസ് കിട്ടും. അപ്പോൾ ഇ ബൈ z മൈനസ് 1 ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതാം. ഇ റേസ് ടു z മൈനസ് 1ന്റെ പവർ സീരീസ് വരുമ്പോൾ 1 പ്ലസ് z മൈനസ് 1 ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് z മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. z മൈനസ് 1 വെളിയിൽ 1 ബൈ z മൈനസ് 1 ഉണ്ടായതുകൊണ്ട് അതുകൊണ്ടൊന്ന് സിംപ്ലിഫിക്കേഷൻ കുറച്ചുകൂടെ അതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കണം. and then e by z minus 1 plus z minus 1 cancel e plus e into z minus 1 ഒരു നാട്ട് പോകുമല്ലോ, ഡിനോമിനേറ്റർ ഒരു z minus 1 ഉണ്ടായതുകൊണ്ട് ഒരു പവർ കുറയും, അങ്ങനെ പോകുന്നു. ദെൻ ഇവിടെ നമുക്ക് ഈ ഒരൊറ്റ ടേം ഐഡന്റിഫൈ ചെയ്താൽ മതി. 1 by z minus 1 അല്ലെങ്കിൽ z minus 1 raised to minus 1 the coefficient, that is e. Therefore residue of the given function at z is equal to 1 is e എന്ന് മനസ്സിലാവും. ഓക്കെ, ഇനി പലതരത്തിലുള്ള പോൾസ് നമുക്കുണ്ട്. ഒന്ന് സിമ്പിൾ പോൾ എന്ന് പറയും, നമ്മൾ നേരത്തെ കണ്ടതാണ്. ദാറ്റ് ഈസ് പോൾ ഓഫ് ഓർഡർ 1. ദാറ്റ് മീൻസ് എഫ് ഓഫ് ഇസഡ് നമ്മൾ എടുക്കുമ്പോൾ ഇപ്പോൾ ഇ റേസ് ടു ഇസഡ് ബൈ ഇസഡ് മൈനസ് 1 തൊട്ട് മുകളിലത്തെ പ്രോബ്ലം എടുത്തപ്പോൾ ഇസഡ് മൈനസ് 1 സിമ്പിൾ പോൾ ആണ്, കാരണം അതിനകത്ത് മൾട്ടിപ്ലിസിറ്റി ഇല്ല. ഇസഡ് മൈനസ് 1 ഹോൾ സ്ക്വയർ ആയിരുന്നെങ്കിൽ അത് പോൾ ഓഫ് ഓർഡർ 2, ഡബിൾ പോൾ എന്ന് വിളിക്കാം. ഇസഡ് മൈനസ് 1 ഹോൾ ക്യൂബ് ആണെങ്കിൽ പോൾ ഓഫ് ഓർഡർ 3, അങ്ങനെ പറഞ്ഞു പോകും. അപ്പോൾ സിമ്പിൾ പോൾ ആണെങ്കിൽ ദാറ്റ് ഈസ് എഫ് ഓഫ് ഇസഡ് ആസ് എ സിമ്പിൾ പോൾ അറ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു ഇസഡ് നോട്ട് മീൻസ് എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ 1 ബൈ ഇസഡ് മൈനസ് ഇസഡ് നോട്ട്, മേളിൽ ഏത് ഫംഗ്ഷനും ആയിക്കോട്ടെ, ഈ ഇസഡ് നോട്ടിൽ മാത്രമാണ് അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന സിംഗുലാരിറ്റി, സബ്ദിസ് സിംഗുലാരിറ്റി. അത് ഇസഡ് മൈനസ് ഇസഡ് നോട്ടിന് വേറെ പവർ ഇല്ല, റേസ് ടു 1 ആണ്. അപ്പം സിമ്പിൾ പോൾ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ റെസിഡ്യൂ കണ്ടുപിടിക്കാൻ ഒരു ഫോർമുലയുണ്ട്. അതായത് ലോറന്റ് സീരീസ് എക്സ്പാൻഷൻ ഒന്നും ഇപ്പോഴും നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിന്റെ ഫോർമുലയിലേക്ക് പോയി സിംപ്ലിഫൈ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ലിമിറ്റ് ഇസഡ് ടെൻഡ്സ് ടു ഇസഡ് നോട്ട് z minus z naught into f of z. So if f of z has a simple pole at z is equal to z naught, then residue of f of z at z is equal to z naught is limit z tends to z naught, z minus z naught into f of z. Okay. For example, find residue at minus 1 by 2 and 5 for the function f of z is equal to z by 2 z plus 1 into 5 minus z. ഇത് കണ്ടാൽ നമുക്കറിയാം ഇതിന് രണ്ട് സിംഗുലാരിറ്റീസ് ആണ് ഉള്ളത്. 2z plus 1 0 ആകുമ്പോഴും 5 minus z 0 ആകുമ്പോഴും. 2z plus 1 0 ആവുന്നിടത്ത് z is equal to minus 1 by 2 എന്ന് പറയാം. ആണ് 2z plus 1 0 ആക്കുന്നത്. 5 minus z 0 ആക്കുന്നതിന് z is equal to 5 ആണ്. ഇത് രണ്ടിടത്ത് നമുക്ക് റെസിഡ്യൂ കണ്ടുപിടിക്കാം. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിച്ചാൽ ഇവിടെ മൾട്ടിപ്ലിസിറ്റി ഇല്ല, റേസ് ടു 1 ആണ്, ഇത് റേസ് ടു 1 ആണ്. Therefore ഈ പറഞ്ഞ z is equal to minus 1 by 2 z is equal to 5 സിമ്പിൾ പോൾസ് ആണ്. അപ്പോൾ തൊട്ട് മുകളിൽ പറഞ്ഞ ഫോർമുല അനുസരിച്ച് ചെയ്യാം. z naught is ആദ്യം minus 1 by 2 യുടെ. Then what is residue of function at z is equal to minus 1 by 2, that is limit z tends to minus 1 by 2 z minus minus 1 by 2. തീർച്ചയായിട്ടും ഈ പറയുന്ന ഫാക്ടർ അവിടെ കയറി വരണം, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ 0 by 0 ഫോം വരും, f of z ഗുണിക്കുന്നതുകൊണ്ട്. മനസ്സിലായോ? അപ്പോൾ ആ ഫാക്ടർ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി തന്നെയാണെന്ന് മനസ്സിലാക്കണം, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ z നമ്മൾ പറഞ്ഞ പോലെ ലിമിറ്റ് z ടെൻഡ്സ് ടു minus 1 by 2 z minus minus 1 by 2, that is z plus 1 by 2 into function, that is z by 2 z plus 1 into 5 minus z. നമ്മൾ പറഞ്ഞത് തീർച്ചയായിട്ടും z minus 1 by 2 എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ വരുമ്പോൾ ഇത് 0 ആവും, ഇതും 0 ആവും. 0 by 0 ഫോം ഒഴിവാകും സിമ്പിൾ പോൾ ആകുമ്പോൾ. അതിനാൽ ഈ ഫോർമുല ആ രീതിയിൽ ശ്രദ്ധിച്ചാൽ അത് ഓർത്തിരിക്കാം. അപ്പോൾ z plus 1 by 2 ചുരുക്കത്തിൽ പറഞ്ഞത് 2z plus 1 പെട്ടെന്ന് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല, 2z plus 1 കിട്ടും, by 2 കൂടെ കിട്ടും. അപ്പോൾ അത് വന്നതിന് ശേഷം 2z plus 1 പോകും. അപ്പോൾ 0 by 0 ഫോം അങ്ങ് വിട്ടു പോകും. പിന്നെ 1 by 2 ഉണ്ട്, z by 5 minus z. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. കാരണം ഫംഗ്ഷൻ ആ പറയുന്ന പോയിന്റ് വാലിഡ് ആണെങ്കിൽ ലിമിറ്റ് ആണെങ്കിലും ആ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് അതിൻ്റെ ആൻസർ. അപ്പോൾ minus 1 by 2 ഈ ഫംഗ്ഷൻ വാലിഡ് ആണ്. z minus 1 by 2 2 into 5 minus minus 1 by 2.
Therefore, minus 1 by 2 by 2 into 5 plus 1 by 2, that is minus 1 by 2 by 2 into 11 by 2, that is minus 1 by 22. Similarly, R of 5 is limit z tends to 5, z minus z naught എന്ന് പറയുന്നത് z minus 5, f of z എടുത്തു. അതുകൊണ്ട് ഇത് തമ്മിൽ ക്യാൻസൽ ആയി പോകണം. പക്ഷെ അവിടെ ഒരു ചെറിയ കാര്യം 5 മൈനസ് z ആണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സിംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു മൈനസ് വെളിയിൽ വരും. ഓക്കെ, ഈ മൈനസ് അങ്ങനെയാണ് വന്നിരിക്കുന്നത്. z by 2 z plus 1 മൈനസ് ഇവിടെ ഉണ്ടോണം, അതിനകത്ത് നേരിട്ട് പിന്നെ 5 കൊടുത്താൽ മതി. മൈനസ് 5 by 2 into 5 plus 1 ഡിനോമിനേറ്റർ 11 മൈനസ് 5 by 11. ഇതുപോലെ ഫൈൻഡ് റെസിഡ്യൂ ഓഫ് f of z, where f of z is cos z by z at z is equal to 0. Then അതിന്റെ സൊല്യൂഷൻ പറയുമ്പോൾ z ഇവിടെ സിമ്പിൾ പോൾ വന്നിരിക്കുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ ആലോചിക്കുകയാണ്. ഇല്ലെങ്കിൽ cos z by z ന്റെ സിമ്പിൾ പോൾ ആണോ എന്ന് നോക്കണം. അത് നമ്മൾ നേരെ നോക്കിയിട്ടുള്ളതാണ്. 1 by z ഇൻറ്റു cos z ന്റെ എക്സ്പാൻഷൻ നോക്കുമ്പോൾ ദാറ്റ് ഈസ് 1 മൈനസ് z സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്, അറിയാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ 1 by z കൊണ്ട് അകത്തോട്ട് ഗുണിച്ചാൽ ഈ ടീമിൽ മാത്രം 1 by z വരും, ബാക്കിയൊക്കെ ഒന്ന് കുറയും. 1 by z ന്റെ അപ്പോൾ 1 by z നോക്കുക, പിന്നെ അവിടെ നിന്ന് 1 by z സ്ക്വയർ ആ ടീമില്ല, ബൈ z ആണ്. നെഗറ്റീവ് ഓവറിൽ z 1 by z വരെ വരുന്നുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും സിമ്പിൾ പോളാണ്. ഓക്കെ, ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ പോട്ടെ. അപ്പം സീറോയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഫോർമുല അനുസരിച്ച് ലിമിറ്റ് z tends to 0, z minus 0 into cos z by z. That is limit z tends to 0, cos z. Z cancel ആയി പോകും. cos 0, that is 1. Find the residue of 40z at z is equal to 0. ഇവിടെ കൂടുതലായിട്ട് നമ്മൾ ആലോചിക്കുന്നില്ല. ഇത് നമ്മളിപ്പോൾ സിമ്പിൾ പോളിന്റെ എക്സാമ്പിൾ പോകുന്നുണ്ട്. 40z is cos z by sin z. Then a simple pole ആയിട്ട് കണക്കാക്കുക. It is 0. Limit z tends to 0, z into z minus 0 into cot z. That is limit z tends to 0, z into cos z by sin z. Then limit z tends to 0, അത് നമുക്കറിയാം, ലിമിറ്റ് അതിൻ്റെതായ രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യാം. cos z z by sin z കൂടെ ഒരുമിച്ച് എടുത്താൽ നമുക്ക് ലിമിറ്റ് കൃത്യമായി കിട്ടും. cos z ന്റെ z tends to 0 1 കിട്ടും. z by sin z നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. That is 1. Or L'Hopital's rule, L'Hospitals എന്നൊക്കെ പറയുന്നത് L'Hopital, ആ റൂൾ നോക്കുക. Find the residue of f of z tan z at z is equal to pi by 2. Similarly, r pi by 2 limit z tends to pi by 2, z minus pi by 2 into the function tan z. ഇവിടെ വരുമ്പോൾ ശ്രദ്ധിച്ചോ, tan z വന്നു, നമുക്ക് പെട്ടെന്ന് പറ്റുന്നത് z pi by 2 കൊടുക്കുമ്പോൾ 0 ആവും, tan pi by 2 0 ആണ്, കാരണം sin pi by 2 cos pi by 2 ആണ്. ഇതിന് ഡിനോമിനേറ്ററിൽ കൊണ്ടുപോയിട്ട് 1 by tan z, 1 by cot z is tan z. ഓക്കെ, അപ്പം 1 by cot z എന്ന് എഴുതാം tan z ന് പകരം. പക്ഷേ ഇത് പൈ ബൈ 2 കൊടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ 0 by 0 പോകും. അപ്പം ലോപിത്താൽസ് റൂൾ. ഡെൽ ഹോസ്പിറ്റൽസ് നല്ല വായിക്കുന്ന ലോപിത്താൽ എന്ന് വായിക്കുക. ലോപിത്താൽസ് റൂൾ ഒരു മാത്തമാറ്റീഷ്യനാണ്. ലിമിറ്റ് z tends to pi by 2. എന്ത് ചെയ്യുക, ലോപിത്താൽ റൂൾ എന്താ പറയുന്നത്, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും പ്രത്യേകമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. z മൈനസ് ബൈ 2 ഡെറിവേറ്റീവ് 1, കോട്ട് z മൈനസ് കൊസിക് സ്ക്വയർ z. പൈ ബൈ 2 കൊടുത്താൽ കൊസിക് സ്ക്വയർ z എന്ന് പറയുന്നത് 1 by sin സ്ക്വയർ z ആണ്. sin by 2 1 ആയതുകൊണ്ട് 1 by minus 1, that is minus 1. ഓക്കെ, അടുത്ത മൾട്ടിപ്പിൾ പോൾസ് ആണ്.